സുധാ കൊങ്കാരയുടെ ഏറ്റവും പുതിയ മൂവി ആയിട്ടുള്ള പരാശക്തി കണ്ടായിരുന്നു. തമിഴിൽ നിന്ന് ഒരു വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂ ഉള്ള ഒരു മൂവിയാണ്. ഒരുപാട് ആക്ടേഴ്സും ഉണ്ട്. മെയിൻലി എടുത്ത് പറയുകയാണെങ്കിൽ ശിവകാർത്തികൻ, രവി മോഹൻ, അഥർവ, ശ്രീലീല, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഈ ഒരു മൂവി ആദ്യം ചെയ്യാനിരുന്ന സൂര്യ, ദുൽഖർ, നസ്രിയ ആ ഒരു കാസ്റ്റ് ആയിരുന്നു. പിന്നീട് അവരൊക്കെ മാറിയപ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്ന കാസ്റ്റിലോട്ട് വന്നത്. ആൻഡ് സിനിമയിലോട്ട് വരുവാണെങ്കിൽ സിനിമയെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ സിനിമ സംസാരിക്കുന്ന കണ്ടന്റ് ഉണ്ട്, അത് ഭയങ്കര അടിപൊളിയാണ്. അത് ഇന്നോ ഇന്നലെ സംസാരിച്ചു തുടങ്ങിയ വിഷയമല്ല. ഒരുപാട് വർഷമായിട്ട് ഒരുപാട് പേര് പോരാടുന്ന ഒരു കാര്യമാണ് സിനിമ സംസാരിക്കുന്ന. വേറൊന്നുമല്ല, ഭാഷ, നമ്മുടെ ലാംഗ്വേജ്. ഇന്ത്യക്ക് അങ്ങനെ നാഷണൽ ലാംഗ്വേജ് ഒന്നുമില്ല. ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. പക്ഷെ ഇപ്പോഴും ആൾക്കാർ പറഞ്ഞു നടക്കുന്ന ഒരു കാര്യം, ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് ഹിന്ദിയാണ്, ഹിന്ദി എല്ലാവരും അറിഞ്ഞിരിക്കണം, ഹിന്ദി എല്ലാവരും പഠിച്ചിരിക്കണം, ഹിന്ദിയാണ് എല്ലാം എന്ന് പറഞ്ഞു നടക്കുന്ന ടീംസ് ഇപ്പോഴും ഉണ്ട്. ഹിന്ദി എല്ലാവരും പഠിക്കണം, ഇനി എല്ലാം ഹിന്ദിയിലായിരിക്കും. എസ്പെഷ്യലി സൗത്തിലോട്ട് വരുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഹിന്ദി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ മാതൃഭാഷ മാറ്റി നിർത്തിയിട്ട് ഹിന്ദിയാണ്, ഹിന്ദി നാഷണൽ ലാംഗ്വേജ് ആയിട്ട് മാറ്റി കഴിഞ്ഞത്. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഹിന്ദി മാത്രമേ യൂസ് ചെയ്യാൻ പാടുന്നുള്ള സ്റ്റേറ്റ്മെന്റ് വന്നായിരുന്നു ഒരു കാലഘട്ടത്തിൽ. സോ അതാണ് ഈ സിനിമയുടെ സ്റ്റോറി, അതാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അന്നത്തെ കാലഘട്ടം അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് പ്രൊട്ടസ്റ്റ് ചെയ്തത്, അതിൽ നിന്ന് എങ്ങനെയാണ് ഓവർകം ചെയ്ത് വന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു സിറ്റുവേഷനിലോട്ട് വന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹിന്ദി എന്ന് പറയുന്ന ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് അല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എത്തിയത് എങ്ങനെയാണെന്നാണ് ഈ സിനിമ സംസാരിക്കുന്നത്. റിയൽ ലൈഫ് ഇവന്റ്സ് ആണ്. ഈ സിനിമയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്ന ആ ഒരു 60s, 70s, 80s, അതായത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് തൊട്ട് നമ്മുടെ ആ ഒരു ആക്ട് വരുന്നത് വരെ ഉള്ള ഒരു കാലഘട്ടമാണ് സിനിമയുടെ ഒരു മെയിൻ ടൈം ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ നാഷണൽ ലാംഗ്വേജ് ഹിന്ദിയാണ്, നാഷണൽ ലാംഗ്വേജ് ഹിന്ദി ആക്കണം, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഹിന്ദി ആയിരിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് പിന്നീട് മാറി. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഈ ഭാഷ പഠിക്കുന്നതിൽ ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ അത് പഠിച്ചേ പറ്റൂ, അത് മാത്രം പഠിച്ചേ പറ്റൂ എന്ന് പറയുന്നതാണ് പ്രശ്നം. അതായത് ഇപ്പൊ ഞാനൊരു നാട്ടിൽ പോവുകയാണ്, അവിടെ പോയിട്ട് അവിടെ സർവേ ചെയ്യുമ്പോൾ ഞാൻ അവിടുത്തെ ഭാഷ പഠിക്കുകയാണോ, അവിടെ സർവേ ചെയ്യണം, ഫൈൻ, ഒരു കുഴപ്പമില്ല. പക്ഷെ അവർ പറയാണ്, നിങ്ങൾ ഈ ഭാഷ മാത്രം പഠിക്കാവൂ, നിങ്ങളുടെ മാതൃഭാഷ നിങ്ങൾ മറക്കണം, വേറൊരു ഭാഷയും പഠിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ നാട്ടില് കേരളം എന്ന് എഴുതിയൊരു ബോർഡ് വെച്ചിരിക്കുന്നു. ആ കേരളം എന്നുള്ളത് മലയാളത്തിലല്ല ഹിന്ദിയിൽ എഴുതി വെച്ച് എങ്ങനെ ഇരിക്കും? ഇതാണ് അവർക്ക് വേണ്ടത്. അത് നടക്കത്തില്ല. അതിനുവേണ്ടി ഒരുപാട് വർഷങ്ങളായിട്ട് ആൾക്കാർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അത് മാറിയതാണ്. പക്ഷെ ഇപ്പോഴും കുറെ ആൾക്കാർ പറഞ്ഞു നടക്കുന്നുണ്ട്, കുറച്ച് പ്രത്യേകത ആൾക്കാർ പറഞ്ഞു നടക്കുന്നുണ്ട്, ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് ഹിന്ദിയാണെന്ന്. പൊന്നു പൊട്ടന്മാരെ, അങ്ങനെ ഇല്ല ഒരു ലാംഗ്വേജ്, മനസ്സിലായില്ലേ? ഞാൻ പൊളിറ്റിക്കലി അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല. പക്ഷെ ഈ ഒരു കാര്യമാണ് സിനിമ സംസാരിക്കുന്നത്. പക്ഷെ സംസാരിക്കുന്നത് പ്രിമൈസും ആ ഒരു റീജിയൻ എന്നൊക്കെ പറയുന്നത് തമിഴ്നാടും തമിഴ് ഭാഷയൊക്കെയാണ്. എല്ലാ ഭാഷയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും ഈ സ്റ്റോറി നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ കുറെ റിയൽ ലൈഫ് ഇവന്റ്സ്, അതായത് പണ്ട് കാലഘട്ടത്തിൽ ആ ഒരു സ്റ്റുഡൻസ് അന്ന് പ്രൊട്ടസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് സിനിമ സംസാരിച്ചിരിക്കുന്നത്. അതൊക്കെ നൈസ് ആയിരുന്നു. പക്ഷെ ഓവറോൾ മൂവി നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി എൻഗേജിങ് ഒക്കെ ആയിരുന്നു. ആ ഇമോഷൻസ് ഒക്കെ ഭയങ്കര കണക്ട് ചെയ്യായിരുന്നു. പക്ഷെ ഈ ഒരു മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്ന വളരെ നോർമൽ ആയിട്ടാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ സംസാരിച്ച് പോകുന്നുണ്ടെങ്കിലും അതിനൊരു ഇമോഷൻ ഇല്ല, ഒരു എൻഗേജിങ് ഫീൽ ഇല്ല. നമ്മൾ അടുത്ത് കാണുമ്പോൾ, അല്ലെങ്കിൽ അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു പൊളിറ്റിക്സ്, അല്ലെങ്കിൽ ആ പ്രൊട്ടസ്റ്റിന്റെ ആ ഒരു മെയിൻ റീസൺ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിക്കുമ്പോൾ അതിന്റെ അടുത്ത് വരുന്ന ഇവന്റ്സ്, ഇങ്ങനെ ഒരുപാട് സ്റ്റേജസ് ഉണ്ടല്ലോ, അതൊക്കെ പറയുന്നുണ്ട് സിനിമയിൽ. എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഒരു ഇമ്പാക്ട് സിനിമയിൽ എവിടെയും തരാൻ സാധിക്കുന്നില്ല. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ലാഗാണെന്ന് തോന്നി. കാരണം ഒരുപാട് ക്യാരക്ടേഴ്സിന്റെയും ഇവന്റ്സിനെയൊക്കെ കാണിച്ച് സിനിമ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ആ ഒരു സിനിമയുടെ സബ്ജക്ട്, അല്ലെങ്കിൽ ആ ഒരു കോണ്ടന്റ് സംസാരിക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫിന്റെ ആ ഒരു ഇന്റർവെൽ ടൈമിലാണ്. ഇന്റർവെൽ ചെറുതായിട്ടൊന്ന് കത്തുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് ഒരു പൊളി സീനായിരുന്നു. ഞാൻ വിചാരിച്ചു, ഓക്കെ, അടുത്ത സെക്കൻഡ് ഹാഫ് വേറെ ലെവലിലോട്ട് പോകുന്നു. സെക്കൻഡ് ഹാഫ് ആ ഒരു ത്രെഡ് പിടിച്ച് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും എൻ്റയർലി എനിക്കൊരു എൻഗേജിങ് ഫീൽ, അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് സിനിമ ഇവിടെ തന്നില്ല. ഒരു സുധാ കൊങ്കാരയുടെ പടമൊന്നും നമുക്ക് തോന്നത്തില്ല പല ഏരിയാസിലും. കാരണം ഇമോഷണലി സിനിമ ഭയങ്കര വീക്ക് ആയിരുന്നു. സിനിമയുടെ സബ്ജക്ട്, അല്ലെങ്കിൽ ആ ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയൽ ലൈഫ് നടന്നിട്ടുള്ള ഇവന്റ്സ് ആണ് സിനിമ സംസാരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻസും ക്യാരക്ടേഴ്സും, അന്നത്തെ പൊളിറ്റിക്സും പ്രൊട്ടസ്റ്റും അവിടുത്തെ വേൾഡ് ബിൽഡ്, എല്ലാ കാര്യങ്ങളുടെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. ഇതിൽ ആ ഒരു ഫീൽ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേയും ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് തന്നെയാണ്. ഇപ്പം ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ശിവകാർത്തികന് ബാക്കി ക്യാരക്ടേഴ്സ് ഒക്കെ മൂപ്പര് അടിപൊളിയായിട്ട് എല്ലാ സിനിമയിലും ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു സിനിമയിൽ വന്നപ്പോൾ, ഈ സിനിമയിൽ ആ ഒരു ശിവകാർത്തികൻ കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടറിന്റെ ആ ഒരു ഡെപ്ത്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന് ആർക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് പുള്ളിക്കാരനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പോലെ എനിക്ക് തോന്നി. ക്യാരക്ടർ സംസാരിക്കുന്ന കാര്യങ്ങളായാലും ചെയ്യുന്ന കാര്യങ്ങളായാലും ആ ഒരു പ്രൊട്ടസ്റ്റ് ആയാലും ഡയലോഗ്സ് ആയാലും അത്ര, അതായത് പുള്ളിക്കാരൻ അവിടെ കയറി സംസാരിക്കും, നമുക്ക് ആ ഒരു ഫീൽ, നമുക്ക് ആ ഒരു ഗൂസ് ബംസ് കിട്ടണം. ഇത് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ വേ പ്രസന്റേഷൻ ആയിരിക്കാം, ചിലപ്പോൾ പെർഫോമൻസിലായിരിക്കാം, എനിക്ക് ആ ഒരു ഫീൽ കിട്ടിയില്ല. മൂപ്പർ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയണമെങ്കിലും നമുക്കൊരു ഇമ്പാക്ട് ഇല്ല, പറഞ്ഞു പോയി, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള രണ്ട് ക്യാരക്ടേഴ്സും, മെയിൻ ആയിട്ട് വരുന്ന അഥർവയായാലും ശ്രീലീലയായാലും ജസ്റ്റ് ഓക്കെ ആയിരുന്നു. വലിയൊരു കിടിലൻ പെർഫോമൻസ് എനിക്ക് എവിടെയും കണ്ടില്ല. ആൻഡ് രവിമോഹന്റെ ഒരു വില്ലനിസം വലിയ രീതിക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ വരുന്നുണ്ട്. ചില ഏരിയാസിൽ വർക്ക് ആയില്ലെങ്കിലും ചില ഏരിയാസിൽ മൂപ്പര് ആ ഒരു പീക്ക് വില്ലനിസം കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാന്ന രീതിയിൽ പോകുന്നുണ്ട്. അധികം വെറുപ്പിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലാതെ അതിഗംഭീരമായിട്ടുള്ള വേറെ ലെവൽ വില്ലനിസം ഞാൻ പറയുന്നില്ല. ആൻഡ് സിനിമയുടെ സ്ക്രീൻ പ്ലേ നോക്കുവാണെങ്കിൽ ഭയങ്കര വീക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് വേറൊന്നും കൊണ്ടല്ല, സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സെഗ്മെന്റ് നൈസ് ആയിരുന്നു. ആ ഒരു പൊളിറ്റിക്സ് ഒക്കെ നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സിനിമയുടെ ആ ഒരു ഇന്റർവൽ പോർഷൻ വരെ സിനിമ വേറൊരു ട്രാക്കിലാണ്, ഒരു റൊമാൻസും സോങ്സും അങ്ങനത്തെ ഒരു ട്രാക്കിലോട്ട് പോകുന്നുണ്ട്. അതിന്റെ ഒരു ആവശ്യമില്ല. ഓക്കെ, ഒരു റൊമാൻസും
ഒരു സോങ്ങും വേണമെങ്കിൽ അത് ഒരു ചെറിയൊരു ടൈം പീരീഡിൽ കാണിക്കും. ഇത് ആ ഒരു ഫസ്റ്റ് ഹാഫ് ഫുൾ അത് തന്നെ കാണിക്കുന്നുണ്ട്. അതിന്റെ ആ ഒരു ഫസ്റ്റ് ഹാഫിന്റെ ഇന്റർവൽ പോർഷനിൽ വന്നപ്പോഴാണ് ശരിക്കും ആ സിനിമയുടെ ആ സബ്ജക്റ്റിനെ ഒന്നും കൂടി അവർ റീഇൻട്രോഡ്യൂസ് ചെയ്യുന്നത്. അത് നൈസ് ആയിരുന്നു. അത് നല്ലൊരു അടിപൊളി സീക്വൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴും അതുപോലെ തന്നെയാണ്. അനാവശ്യമായിട്ടുള്ള ഒരുപാട് സീക്വൻസ് വന്നു പോകുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് ആ സിനിമ സംസാരിക്കുന്ന സബ്ജക്റ്റിന് ആപ്റ്റ് ആയിട്ടുള്ള സീക്വൻസ് ഒക്കെ വളരെ കുറവാണ്. അതിന്റെ ആ സിനിമയുടെ ക്ലൈമാക്സ് പോർഷനിൽ വന്നപ്പോഴാണ് കുറച്ചെങ്കിലും ആ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ ആ സിനിമയുടെ സബ്ജക്റ്റിന് ആപ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നത്. ബാക്കി അതുവരെ ചെറിയൊരു കാര്യത്തിനെ വലിച്ചു നീട്ടി പ്രസന്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഓവറോൾ സിനിമ എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചാൽ സിനിമയുടെ സബ്ജക്റ്റും കോണ്ടന്റ് ഒക്കെ നൈസ് ആണെങ്കിലും ആ ഒരു സിനിമ എനിക്കൊരു ഓക്കെ ഫീൽ ആയിരുന്നു. അത് ഗംഭീരം എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ അത്ര ഷോ എന്ന് പറയുന്നില്ല, ജസ്റ്റ് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റിയ ഒരുപാട് ഏരിയാസ് ഉണ്ടായിരുന്നു. ക്യാരക്ടേഴ്സും ആ ഒരു സ്ക്രീൻ പ്ലേയും ഇമോഷൻസും ആ സിനിമയുടെ ഡെപ്തും ആ ഒരു എൻഗേജിംഗ് ഫീലും എല്ലാ എലമെന്റ്സും കുറച്ചുകൂടി ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസിലോട്ട് സിനിമ പോയേനെ. പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെങ്കിൽ സിനിമ കണ്ടു കഴിയുമ്പോഴുള്ള ഫീൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓക്കെ ഫൈൻ, സിനിമ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല ഈ സിനിമയിൽ നിന്ന് കിട്ടണ്ടേ. സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഗൂസ് ബംസ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യണം. ഇത് എവിടെ ആ ഒരു ഇമോഷൻ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയില്ല. പറയുന്ന കാര്യം അത്ര ഹെവി ആയിട്ടുള്ള ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും സിനിമ കാണുമ്പോൾ ആ ഒരു ഇമ്പാക്ട് കിട്ടുന്നില്ല. സിനിമ കണ്ടു കഴിയുമ്പോഴും എന്തോ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. സോ ഇതാണ് സിനിമയെ കുറിച്ചിട്ടുള്ള എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സോ നിങ്ങൾ കണ്ടുപോയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.